ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 9th സ്റ്റാൻഡേർഡിലെ ഹിന്ദി മിഡ് ടൈം എക്സാമിന് വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഓക്കെ, നമുക്ക് നോക്കാം. पोदी पदी पदी जग हुआ पंडित क्या न कोई दाई आकर प्रेम का पड़े जो പണ്ഡിത് ഹോയ് കബീറിൻ്റെ ദോഹയിലെ വരികളാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. ഓക്കെ, നമുക്കിതിൻ്റെ അർത്ഥവും ഇവിടെ നൽകിയിട്ടുണ്ട്. നമുക്ക് വായിച്ച് നോക്കാം. പ്രേമയ്ക്ക് മഹത്വ പർ കബീർ കഹത്തെ ഹേ കി, പ്രേമത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചിട്ട് കബീർ പറയുകയാണ്. കേവൽ പുസ്തക് പഠനെ സെ കോയി പണ്ഡിത് നിഹി ഹോത്ത, കേവലം ഒരു പുസ്തകം വായിച്ചതുകൊണ്ട് ആരും പണ്ഡിതന്മാരാകുന്നില്ല. ജോ പ്രേംക്ക് ദായി അക്ഷർ ജാൻതേ ഹേ വഹി പണ്ഡിത് ഹേ, പ്രേമമെന്ന രണ്ടക്ഷരം ആരാണോ മനസ്സിലാക്കുന്നത് അവരാണ് പണ്ഡിതരെന്നാണ് കബീർ ദോഹയിലൂടെ പറയുന്നത്. ഓക്കെ, ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സഹി മിലാൻ കരേം, ശരിയായ രീതിയിൽ യോജിപ്പിക്കാനാണല്ലേ. ഓക്കെ, നോക്കൂ, നമുക്ക് എന്താണ് അവിടെ ഒരു പട്ടിക നൽകിയിട്ടുണ്ട്. ഫസ്റ്റ് കോളത്തിൽ എന്താണ് നമ്മളിപ്പോൾ ഇവിടെ ദോഹയിൽ വായിച്ച വേർഡ്സ് ആണ് നൽകിയിട്ടുള്ളത്. ദെൻ സർക്കിൾ അവയുടെ മീനിങ് നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ പോതി എന്നതിന് എന്താണ് അർത്ഥം? അതെ, പുസ്തകമാണല്ലേ. പോതി എന്താണ്? പുസ്തക്. ദെൻ മുവ മര, മരിക്കുക എന്ന മീനിങ് ആണ്. ദെൻ കോയി. ദെൻ ആക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, അക്ഷരങ്ങളാണല്ലേ. അപ്പോൾ എന്താണ്? അക്ഷർ. ദെൻ ഹോയ് ഹുവ, അപ്പോൾ പോതി, പുസ്തക്, മുവ മര, കോയി, ആഗർ അക്ഷർ, ഹോയ് ഹുവ. അപ്പോൾ കൂട്ടുകാരൻ എന്ത് ചെയ്യുക? അത് ഇവിടേക്ക് എടുത്ത് എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ചിത്രമേ കോൺ ഹേ, ചിത്രത്തിൽ ആരൊക്കെയാണുള്ളത്? ആരൊക്കെയാണ്? യെസ്, നമുക്കറിയാം ആരൊക്കെയാണ്. നമ്മുടെ ജഡ്പട്ടും നെറ്റ്ഗട്ടുമാണല്ലേ. അപ്പോൾ ആരൊക്കെയാണുള്ളത് ചിത്രത്തിൽ? ജഡ്പട്ടും നെറ്റ്ഗട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ചിത്രമേം കോൺ ഹേ എന്നല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം? യെസ്, ചിത്രമേം നട്ഗഡ് ഓർ ജഡ്പഡ് ഹേ. എന്താണ്? ചിത്രമേം നട്ഗഡ് ഓർ ജഡ്പഡ് ഹേ. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ചിത്രമേ ക്യാ ഹേ, ചിത്രത്തിൽ എന്തൊക്കെയാണുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് കൂട്ടുകാരെ ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്? യെസ്, ട്രീസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്? നമുക്ക് പർവ്വതം കാണാനുണ്ടല്ലേ. അതുപോലെ തന്നെ ചെറിയ ചെടികളുണ്ട്, വഴിയുണ്ട്. ദെൻ നമ്മുടെ നെറ്റ്ബഡിൻ്റെയും ജഡ്ബഡിൻ്റെയും തോളത്ത് ആരുണ്ട്? ബാഗ് ഉണ്ടല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വസ്തുക്കളൊക്കെ എഴുതിയാലോ? എക്സാമ്പിളായിട്ട് നമുക്ക് പേട് നൽകിയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് എന്ത് എഴുതാം? രാസ്ത, ദെൻ പഹാഡ്. പിന്നെ ബാഗ് എഴുതാമല്ലോ. ബാഗിന് എന്താണ് പറയുക? യെസ്, ബസ്ത. ദെൻ പൗദേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. ചിത്രവാചൻ കരയും വാക്കിലിക്കുകയും, ചിത്രം വായിച്ച് വാക്യങ്ങൾ നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ചിത്രം നോക്കിയിട്ട് നമ്മളോട് വാക്യം എഴുതാനാണല്ലേ. ഓക്കെ, നോക്കൂ. ജഡ്പട്ട് തേസ് ചൽത്താഹെ, എന്താണ്? ജഡ്പട്ട് സ്പീഡിൽ നടക്കുകയാണ്. അപ്പം നെറ്റ്ഗട്ട് നമുക്കറിയാം എങ്ങനെയാണ് നടക്കുന്നത്. യെസ്, പതുക്കെയാണല്ലേ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? നെറ്റ്ഗട്ട് ധീരെ ചൽത്താഹെ. ഓക്കെ, നെക്സ്റ്റ് എന്താണ് നമുക്കതിൽ കാണാൻ സാധിക്കുന്നത്? ജഡ്പട്ടും നെറ്റ്ഗട്ടും സ്കൂളിൽ നിന്ന് തിരിച്ചു വരികയാണല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? യെസ്, ജഡ്പട്ട് ഓർ നെറ്റ്ഗട്ട് സ്കൂൾ സേ വാപ്പസ് ആ രഹേ ഹേ. ദെൻ എങ്ങനെയാണ് അവർ രണ്ടുപേരും വരുന്നത്? കൈയൊക്കെ പിടിച്ചുകൊണ്ടാണല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ദോനോ ഹാത്ത് പകഡ്കർ ഏക് സാത്ത് ദൗഡ് രഹേ ഹേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്കൂൾ ജാനേ കെ രാസ്തേമേം, സ്കൂളിൽ പോകുന്ന വഴിയിൽ എന്തെല്ലാമാണ് കാണുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. പോക്കർ ഉണ്ടല്ലേ, കുളമുണ്ട്. ദെൻ നെക്സ്റ്റ് എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? പോക്കർ കഴിഞ്ഞാൽ എന്താണ്? യെസ്, നമുക്ക് എന്താണ് കൂട്ടുകാരെ കാണാൻ സാധിക്കുന്നത്? കുളമാണല്ലേ. പോക്കർ, യെസ്, കുളമുണ്ട്. അതുപോലെ തന്നെ പിന്നെ എന്തൊക്കെയാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്? യെസ്, പേരാൽ, അതായത് ആൽമരമാണല്ലേ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ബർഗദ്. ആലിന് എന്താണ് പറയുക? ബർഗദ്. ദെൻ ഗേത്തല്ലേ. ചിത്രം നോക്കൂ, അടുത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗേത്താണ്, വയലാണല്ലേ. അപ്പം നെക്സ്റ്റ് നമുക്ക് എഴുതാം ഗേത്ത്. ദെൻ നെക്സ്റ്റ് എന്താണ്? യെസ്, എന്താണ് കൂട്ടുകാരെ കാണുന്നത്? യെസ്, ബാഗാണല്ലേ, തോട്ടമാണ് കാണാനുള്ളത്. അടുത്തത് എന്താണ്? തോട്, നാല. അപ്പം എങ്ങനെയാണ് വരുന്നത്? പോക്കർ, ബർഗദ്, ഗേത്, ബാഗ്, നാല, ലാസ്റ്റ് നദി. ഓക്കെ, ദെൻ ഗർ ആനേക്കെ രാസ്തേമേ, വീട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് അല്ലേ, വീട്ടിലേക്ക് തിരിച്ചു പോരുന്ന വഴിക്ക്. ഗർ ആനേക്കെ രാസ്തേമേ, അപ്പം നദി. ദെൻ നെക്സ്റ്റ് ഏതായിരിക്കും? യെസ്, നാല. ദെൻ ബാഗ്, ഗേത്, ബർഗർ, പോക്കർ. ओके देन स्कूल के रास्ते में आप क्या क्या देखते हैं लिखिए
സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് നിങ്ങൾ എന്തൊക്കെയാണ് കാണാറുള്ളത് അത് എഴുതാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കൂട്ടുകാർ എന്തൊക്കെയാണോ കാണാറുള്ളത് അതാണ് ഇവിടെ എഴുതേണ്ടത്. നമുക്ക് എന്തൊക്കെ എഴുതാം? പേട് എഴുതാം, മരം എഴുതാം, അതുപോലെ തന്നെ ദുക്കാൻ എഴുതാം, മൈതാൻ, ഗർ, പോക്കർ, മന്ദിർ, അതുപോലെ തന്നെ ഗേത്ത്, ഇതുപോലെ ബഗീജ, പൂന്തോട്ടം കാണുന്നുണ്ടെങ്കിൽ അത് എഴുതാം. എന്തൊക്കെയാണോ നിങ്ങൾ സ്കൂളിൽ നിന്ന് പോരുന്ന വഴിക്ക് അത് എന്തൊക്കെയാണോ കാണുന്നത് അതാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സഹി ചിഹ്ന് ലഗായേ. എന്താണ് സഹി ചിഹ്ന്? നിങ്ങളോട് അതായത് ട്രൂ ഓർ ഫാൾസ് എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യണം? ടിക്ക് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ജഡ്പട്ട് 2 സാൽ ബഡാതാ. ജഡ്പട്ട് 2 സാൽ ബഡാതാ. ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫോൾസ് ആണോ? യെസ്, ട്രൂ ആണല്ലേ. ദ നെറ്റ്ഗഡ് 5വീമേ പഠിത്താതാ. നെറ്റ്ഗഡ് 5വീ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതാണോ? അല്ലല്ലേ, 3ാം ക്ലാസ്സിലാണല്ലേ പഠിക്കുന്നത്. അപ്പം അത് ഫോൾസ് ആണ്. ജഡ്പട്ട് ഓർ നെറ്റ്ഗഡ് ഷഹർമേ രഹിത്തേത്. ജഡ്പട്ടും നെറ്റ്ഗട്ടും ആ ഷഹറിലാണ് ജീവിക്കുന്നത്, പട്ടണത്തിലാണെന്നാണ് പറയുന്നത്. ഷഹറിലാണോ? അല്ല. എവിടെയാണ് അവർ താമസിക്കുന്നത്? എവിടെയാണ്? യെസ്, നമുക്കറിയാം എവിടെയാണ് കൂട്ടുകാരെ. ഗാവിലാണല്ലേ, ഗ്രാമത്തിലാണ് അവർ താമസിക്കുന്നത്. ഓക്കെ, ദെൻ ജഡ്പട്കോ തൈർന ആത്താത. ജഡ്പട്കോ തൈർന ആത്താത. അത് ശരിയാണോ? ആണല്ലേ. ജഡ്പട്ടിന് എന്താണ്? നീന്താൻ അറിയാമല്ലോ. അപ്പോൾ ഇതെന്താണ്? ശരിയാണ്. ദെൻ ജഡ്പട്ട് ഓർ നെറ്റ്ഗഡ് സാത്ത് സാത്ത് സ്കൂൾ ആത്തേ ജാത്തേത്. ജഡ്പട്ടും നെറ്റ്ഗട്ടും ഒരുമിച്ചാണ് സ്കൂളിൽ വരുന്നതും പോകുന്നതും. അതും ശരിയല്ലേ. അപ്പോൾ ടിക്ക് മാർക്ക് ചെയ്യുക. ദെൻ നെറ്റ്ഗഡ് ജഡ്പട്കോ ബഹുത്ത് പരേശാൻ കർത്താത. നെറ്റ്ഗഡ് ജഡ്പട്കോ ബഹുത്ത് പരേശാൻ. നെറ്റ്ഗഡ് എന്താണ്? ജഡ്പട്ടിനെ വളരെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. അതും ശരിയാണല്ലേ. ദെൻ നെറ്റ്ഗഡ്കോ ഗിട്ടി പൈരാന ആത്താത. നെറ്റ്ഗഡ്കോ ഗിട്ടി പൈരാന ആത്താത. അത് ശരിയാണല്ലേ. ഓക്കെ, ഇത് നെക്സ്റ്റ് എന്താണ്? നെറ്റ്ഗഡ് ധീരെ ധീരെ ചൽത്താത. നെറ്റ്ഗഡ് എങ്ങനെയാണ് നടക്കുന്നത്? ധീരെ ധീരെ, വളരെ പതുക്കെയാണല്ലേ. ആ സ്റ്റേറ്റ്മെൻറ്റും എന്താണ്? ശരിയാണ്. ദെൻ നെക്സ്റ്റ് നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? സഹി വാക്യ ചുൻകർ ലിഖേം. ശരിയായ വാക്യങ്ങൾ ഇവിടേക്ക് എടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരിയായ വാക്യങ്ങൾ അത് താഴേക്ക് എടുത്തെഴുതുക. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ എഴുതേണ്ടത്? യെസ്, ഏതൊക്കെയാണ്? ജഡ്പട്ട് 2 സാൽ ബഡാതാ. ദ നെക്സ്റ്റ് നമുക്ക് എഴുതാൻ ജഡ്പട്ട് കോ തൈർന ആത്താത. ജഡ്പട്ട് ഓർ നെറ്റ്ഗഡ് സാത്ത് സാത്ത് സ്കൂൾ ജാത്തെ ആത്തേത്. സ്കൂൾ ആത്തെ ജാത്തേത്. നെറ്റ്ഗഡ് ജഡ്പട്ട് കോ പരേശാൻ കർത്താത. നെറ്റ്ഗഡ് കോ ഗിട്ടി പൈരാന ആത്താത. നെറ്റ്ഗഡ് ധീരെ ധീരെ ചൽത്താത. അപ്പം ഇതുപോലെ കൂട്ടുകാരെ എന്ത് ചെയ്യുക? സഹി പ്രസ്താവ് എടുത്തെഴുതുക. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വാക്യപടയും താലിക ബരയും. വാക്യം വായിക്കൂ, പട്ടിക പൂർത്തീകരിക്കാനാണ് അല്ലേ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? വാക്യങ്ങൾ വായിച്ചു നോക്കാം. ബഡോക്കോ ചോട്ടോക്കോ ധ്യാൻ രഖ്നാ ഹേ. മുതിർന്നവരെന്താണ്? ചെറിയവരെ ശ്രദ്ധിക്കണം. അതെന്താണ്? യെസ്, സഹിയാണല്ലേ. അപ്പോൾ സഹി എന്ന കോളത്തിൽ എഴുതുക. ദെൻ ദൂസരോക്കോ ബൂര വ്യവഹാർ കർണ. മറ്റുള്ളവരോട് മോശമായിട്ട് പെരുമാറണം. അത് സഹിയാണോ ഗലത്താണോ? യെസ്, തെറ്റാണല്ലേ. അപ്പം ഗലത്തിൽ എഴുതാം. ഓക്കെ, ദെൻ ബച്പൻ മേ ഹി തൈർന സീഖ്നാ ഹേ. ചെറുപ്പത്തിൽ എന്ത് ചെയ്യണം? നീന്താൻ പഠിക്കണം. അതെന്താണ്? സഹി പ്രസ്താവാണല്ലേ. ഓക്കെ, ദെൻ മിത്രോം സേ ശത്രുതാക്യ വ്യവഹാർ കർണ ഹേ. മിത്രങ്ങളോട്, അതായത് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് നിങ്ങൾ ശത്രുതയോട് കൂടി പെരുമാറണം. അതെന്താണ്? യെസ്, ഗലത്താണ്. ദെൻ സംഘടമേൻ ദൂസരോക്ക് മദത് കർണി ഹേ. സങ്കടത്തിൽ മറ്റുള്ളവരെ സഹായിക്കണം. അതെന്താണ്? സഹി പ്രസ്താവല്ലേ. ഓക്കെ, ദെൻ ബജുർഗ സംരക്ഷൺ കർണ ഭൂരി ബാത്ത് ഹേ. മുതിർന്നവരെ സംരക്ഷിക്കുക എന്നുള്ളത് ഭൂരി ബാത്ത് ഹേ. അതെന്താണ്? നല്ല ചീത്ത കാര്യമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നല്ലതല്ലേ. അപ്പം എന്താണ്? അത് ഗലത്താണല്ലേ. ഓക്കെ, ദെൻ അപ്പം ഇത് ചെയ്യുക കൂട്ടുകാർ? സഹി ഗലത്ത് എന്ന കോളത്തിൽ ഓരോന്നായി എഴുതുക. ഓക്കെ, ദെൻ ഗലത്ത് വാക്യോം കോ സഹി കർക്കെ ലിഖേ. ഗലത്ത് വാക്യം അതായത് തെറ്റായ വാചകങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? ശരിയായ രീതിയിൽ എഴുതണം. അപ്പോൾ നമുക്കത് എങ്ങനെയൊക്കെ എഴുതാം? ഫസ്റ്റ് നോക്കൂ, നമ്മൾ എഴുതിയ ഗലത്ത് സെൻറ്റൻസ് ഏതാണ്? ഗലത്ത് വാക്യം ഏതാണ്? ദൂസരോം സേ ബൂര വ്യവഹാർ കർണാ ഹേ.
അപ്പോൾ അത് നമുക്ക് എങ്ങനെ ശരിയായ രീതിയിൽ എഴുതാം? ദൂസരോം സെ അച്ഛാ വ്യവഹാർ കർണാ ഹേ. ഓക്കെ, ദൂസരോം സെ അച്ഛാ വ്യവഹാർ കർണാ ഹേ, മറ്റുള്ളവരോട് നന്നായി പെരുമാറണം. കേതൻ മിത്രോം സെ ശത്രുതാക്യ വ്യവഹാർ നഹി കർണാ ഹേ. നമ്മളുടെ ഗലത്ത് സെൻറ്റൻസ് എന്തായിരുന്നു? മിത്രോം സെ ശത്രുതാക്യ വ്യവഹാർ കർണാ ഹേ. അത് നമുക്ക് സഹിയായിട്ട് എങ്ങനെ എഴുതാം? മിത്രോം സെ ശത്രുതാക്ക വ്യവഹാർ നഹി കർണാ ഹേ. ഓക്കെ, ദെൻ ബുജുർഗ് ക സംരക്ഷൺ കർണ അച്ചി ബാത് ഹേ എന്ന് എഴുതാം അല്ലേ. ഇവിടെ ബുരാ ബാത് ഹേ എന്നല്ലേ, ബുരി ബാത് ഹേ എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അതിന് നമുക്ക് ശരിയായ രീതിയിൽ എങ്ങനെ എഴുതാം? ബുജുർഗ് ക സംരക്ഷൺ കർണ അച്ചി ബാത് ഹേ. ഓക്കെ കൂട്ടുകാരെ, അങ്ങനെ നമ്മൾ ഈ വീഡിയോയിലൂടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.